Hi and welcome to Twinkle Time Thoughts. മൂങ്ങച്ചാരുടെ പൊങ്ങച്ചം. പണ്ട് ദൂരെ ഒരു ദേശത്ത് ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയിൽ രാജാവിൻ്റെ സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടുത്തായി വലിയൊരു മരത്തിൽ ഒരു മൂങ്ങ താമസിച്ചിരുന്നു. മൂങ്ങ അടുത്തുള്ള കുറ്റിക്കാട്ടിലെ കൊതുകിനെയും പ്രാണികളെയും ഭക്ഷിക്കാറാണ് പതിവ്. അടുത്തുള്ള തടാകത്തിൽ അരയന്നങ്ങൾ നീന്തി തുടിക്കുന്നത് മൂങ്ങച്ചാര് കണ്ടു. അവന് അരയന്നങ്ങളെ വലിയ ഇഷ്ടമായി. എങ്ങനെയും അവയുടെ കൂട്ടുകൂടണം അവൻ ആലോചിച്ചു. ഒരു ദിവസം അവൻ വെള്ളം കുടിക്കാനെന്നോണം തടാകക്കരയിലെത്തി. തടാകത്തിലുണ്ടായിരുന്ന ഒരു അരയന്നത്തോട് അവൻ കുശലം ചോദിച്ച് ചങ്ങാത്തം സ്ഥാപിച്ചു. അത് രാജാവിൻ്റെ അരയന്നമായിരുന്നു. ആ അരയന്നക്കൂട്ടത്തിൻ്റെ നേതാവും അവനായിരുന്നു. ഒരു ദിവസം അരയന്നം മൂങ്ങച്ചാരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിലെ ആർഭാടം കണ്ട് മൂങ്ങയ്ക്ക് വിഷമമായി. സാധാരണക്കാരനായ തന്നോട് അരയന്ന രാജാവ് ചങ്ങാത്തം വെക്കില്ലെന്ന് അവന് തോന്നി. കൊട്ടാരത്തിൽ നിന്നിറങ്ങവേ മൂങ്ങ അരയന്ന രാജാവിനോട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാനും രാജാവിൻ്റെ മൂങ്ങയാണ്. മൂങ്ങകളുടെ എല്ലാം രാജാവാണ് ഞാൻ. മൂങ്ങ പൊങ്ങച്ചം പറഞ്ഞു. ഒരു നാൾ നീയും എൻ്റെ കൊട്ടാരത്തിലേക്ക് വാ. അരയന്ന രാജാവ് അതിന് സമ്മതിച്ചു. ആ സമയത്ത് പൊങ്ങച്ചം പറഞ്ഞെങ്കിലും മൂങ്ങയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് സൈന്യത്തിൻ്റെ കോട്ട അവന് ഓർമ്മ വന്നത്. അവനൊരു ഉപായം തോന്നി. അടുത്ത ദിവസം മൂങ്ങ അരയന്ന രാജാവിനെ ക്ഷണിക്കുവാൻ പോയി. മൂങ്ങ അരയന്ന രാജാവിനെയും കൊണ്ട് സൈന്യത്തിൻ്റെ കോട്ടയിലേക്ക് പറന്നു. ഇതാണ് എൻ്റെ കൊട്ടാരം, മൂങ്ങ പറഞ്ഞു. കോട്ടയിലപ്പോൾ സൈന്യത്തിൻ്റെ പരേഡിനുള്ള ഒരുക്കമായിരുന്നു. അത് കണ്ട് മൂങ്ങ പറഞ്ഞു, നോക്ക് ചങ്ങാതി, അവർ എന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ സൈന്യം പരേഡ് നടത്തുകയും എന്നെ സല്യൂട്ട് ചെയ്യുകയും ചെയ്യും. പരേഡിനിടയിൽ സൈന്യം സല്യൂട്ട് ചെയ്യുന്നത് കണ്ട അരയന്നം മൂങ്ങ പറഞ്ഞത് വിശ്വസിച്ചു. ചങ്ങാതി, നിങ്ങൾ നല്ലൊരു രാജാവ് തന്നെ, അരയന്നം പറഞ്ഞു. അവർ അവിടെ സംസാരിച്ചിരുന്നു. മരത്തിന് താഴെ ഒരു ഭടൻ നിൽപ്പുണ്ടായിരുന്നു. ഭടൻ മൂങ്ങയുടെ ശബ്ദം കേട്ട് മൂങ്ങയെ ഓടിക്കാനായി തൻ്റെ അമ്പെടുത്ത് മരത്തിലേക്ക് തൊടുത്തു. പക്ഷെ അമ്പ് കൊണ്ടത് അരയന്നത്തിനായിരുന്നു. അരയന്നം താഴേക്ക് വീണ് മരിച്ചുപോയി. മൂങ്ങ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എൻ്റെ പൊങ്ങച്ചം കാരണം എനിക്കെൻ്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടമായല്ലോ, അവൻ വിലപിച്ചു. ഗുണപാഠം: പൊങ്ങച്ചം പറയുന്നത് നല്ലതല്ല. Thank you for watching. Please like, subscribe our channel.